ഫ്രഞ്ച് പാർലമെന്റിലെ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് മുന്നേറ്റം. ഒന്നാം വട്ട തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തിരുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയെ പിന്തള്ളിയാണ് ഇടത് സഖ്യത്തിന്റെ മുന്നേറ്റം. ഇതോടെ ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് തൂക്കുസഭ വരാനാണ് സാധ്യതയുള്ളത്. അനുപ്രിയ രാജുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അനുപ്രിയ, വിശദാംശങ്ങൾ. തുളസി, അപ്രതീക്ഷിതമായ ഒരു അട്ടിമറി തന്നെയാണ് ഫ്രഞ്ച് പാർലമെന്റിലെ ദേശീയ അസംബ്ലിക്ക് നടന്ന രണ്ടാം വട്ട തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നാം വട്ട തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്കായിരുന്നു മുന്നേറ്റം. എന്നാൽ രണ്ടാം വട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഇടത് സഖ്യമാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. 577 സീറ്റുകളുള്ള ദേശീയ അസംബ്ലിയിൽ 177 സീറ്റുകളാണ് രണ്ടാം വട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഇടത് സഖ്യത്തിന് നേടിയിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ പാർട്ടിയായ റിനേസൻസ് പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്തേക്ക് നാഷണൽ റാലി, തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം വട്ട വോട്ടെടുപ്പിന് മുന്നേ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇടത് സഖ്യവും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ റിനേസൻസ് പാർട്ടിയും ഇടത് സഖ്യവും തമ്മിൽ തന്ത്രപരമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയുടെ ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം രണ്ടാം വട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് 577 അംഗ ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷം നേടാനായിട്ട് 289 സീറ്റുകളാണ് വേണ്ടത്. എന്നാൽ ഈ ഒരു ഭൂരിപക്ഷ സംഖ്യ ഒരു പാർട്ടികൾക്കും ഇല്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ തൂക്കുസഭ വരാനാണ് സാധ്യത. എന്നാൽ നമുക്കറിയാം, രണ്ട് ദിവസം മുൻപേ നാറ്റോ സമ്മിറ്റ് തുടങ്ങുന്ന 2 ദിവസത്തിന് മുന്നേ തന്നെ, അതുപോലെ തന്നെ ഇനി പാരീസ് ഒളിമ്പിക്സ് വരാനായിട്ട് ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവാക്കാനായിട്ട് ഇടത് സഖ്യത്തിന്റെ നേതാവായ ജീൻ മെലൻചോൺ താൻ സർക്കാർ ഉണ്ടാക്കാൻ തയ്യാറാണ് എന്ന വാദവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ മാക്രോണിന്റെ പാർട്ടി രണ്ടാം സ്ഥാനത്ത്, റിനേസൻസ് പാർട്ടി രണ്ടാം സ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇവർ പ്രധാനമന്ത്രി ആരായിരിക്കും, ഏത് പാർട്ടിയിൽ നിന്നായിരിക്കും വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി അധികാരത്തിൽ വരുന്നത് തടയാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഒന്നാം വട്ട തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ പാർട്ടിയെ നാഷണൽ റാലിക്ക് വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടായിരുന്നു. നാഷണൽ റാലിയെ സംബന്ധിച്ചിടത്തോളം തീവ്ര ദേശീയ നിലപാടുകൾ, ദേശീയ അജണ്ടകൾ കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയാണ് നാഷണൽ റാലി. ജൂത വംശീയ വിരോധം, അതുപോലെ തന്നെ കുടിയേറ്റ വിരുദ്ധത, പൊതു ഇടങ്ങളിൽ ഹിജാബ് നിരോധിക്കൽ തുടങ്ങിയ അജണ്ടകൾ വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് വലതുപക്ഷ പാർട്ടി. ഈ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിൽ വലതുപക്ഷ പാർട്ടി അധികാരത്തിൽ വരും എന്ന പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു അധികാരത്തിനാണ്, വലതുപക്ഷ പാർട്ടിയുടെ ആ ഒരു സാധ്യതയ്ക്കാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും അതുപോലെ തന്നെ ഇടത് സഖ്യവും ഇപ്പോൾ തടസ്സം നിന്നിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അറിയാനിരിക്കുന്നത് ഫ്രാൻസിലെ പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളതാണ്. നിലവിലെ പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യസന്നദ്ധ അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ, കാരണം നാറ്റോ ഉച്ചകോടി വരാൻ പോകുന്നു, ഫ്രാൻസിലെ ഒളിമ്പിക്സ് വരാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ ഒരു തൂക്കുസഭ വരികയാണെങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതത്തിലായിരിക്കും ഫ്രാൻസിനെ തള്ളിക്കൊണ്ടു പോകുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ആരായിരിക്കും ഫ്രഞ്ച് പ്രധാനമന്ത്രി എന്ന് നമുക്ക് കണ്ടറിയാം. തുളസി. വ്യക്തമാണ് അനുപ്രിയ. ഫ്രാൻസിൽ രണ്ടാം വട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഇടത് സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. തീവ്ര വലതുപക്ഷ പാർട്ടിയെ പിന്തള്ളിയാണ് ഇടത് സഖ്യത്തിന്റെ ഈ മുന്നേറ്റം. എന്തായാലും ഒരു തൂക്കുസഭ വരാനൊരു സാധ്യതയാണ് കാണുന്നത്. ഭരണപ്രതിസന്ധിയെ എങ്ങനെ ഫ്രാൻസ് മറികടക്കും എന്ന് തന്നെയാണ് കാണേണ്ടത്.